ഹായ്, എൻ്റെ പേര് അഞ്ജന റോസ് എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഗവൺമെൻറ് സർവീസിൽ കയറുന്നത് 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ടാണ്. വാട്ടർ അതോറിറ്റിയിലാണ്. സെപ്റ്റംബർ മാസം 2022 കയറിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മെയ് 2023 മുതൽ ഞാൻ വാട്ടർ അതോറിറ്റി തന്നെ 2nd ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാനായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു 90% നമ്മളിലേക്ക് എത്താൻ കാരണമായി ചില വ്യക്തികളുണ്ടല്ലോ. അതിന് മെയിനായിട്ട് നിൽക്കുന്ന സാറിനോടുള്ള ഒരു കടപ്പാട് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഞാൻ ആദ്യമായിട്ട് ഹോളിമാതയിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അവൾ ഓൾറെഡി അവിടെ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ നവംബറിൽ 2019 നടന്ന 3rd ഗ്രേഡ് PWD ഇറിഗേഷൻ എക്സാമിന് വേണ്ടിയായിരുന്നിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 1 വയസ്സിന് താഴെ ഉണ്ണി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രഗ്നന്റ് വരുന്നു. അപ്പോൾ എൻ്റെ 2 പിള്ളേരും തമ്മിൽ ഒരു 1.5 വയസ്സിന് വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ ഉച്ചവരെ അവിടെ രീതി എന്ന് വെച്ചാൽ ഉച്ചവരെ ക്ലാസ് എടുക്കും, ഉച്ചിരിഞ്ഞ് നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യും, അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഉണ്ണി ഉള്ളതുകൊണ്ട് ഫീഡിങ് നിർത്താത്തത് കൊണ്ട് ഞാൻ ഉച്ചിരിഞ്ഞ് ഉച്ചയ്ക്കുള്ള ബസ്സിന് ഞാൻ വീട്ടിലേക്ക് പോരായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫീഡിങ് ഒക്കെ നിർത്തി. അപ്പോഴേക്കും എനിക്ക് നല്ലൊരു 2 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉച്ചവരെ പഠിക്കുകയും ഉച്ചിരിഞ്ഞ് കമ്പൈൻ സ്റ്റഡി ചെയ്യുകയും ചെയ്തായിരുന്നു കേട്ടോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ അത്ര അധികം നേരം പഠിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റണ കൂട്ടത്തിലല്ല. പക്ഷെ ഈ കമ്പൈൻ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിമാതയുടെ പ്രത്യേകതയാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ ഓണാകുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന രീതിയിൽ നമുക്ക് കുറച്ചധികം നേരം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് ഒരു വൈകുന്നേരം വരെ അന്നെടുത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. 3 ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെച്ചാൽ ലിസ്റ്റ് കയറും അങ്ങനെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷേങ്കിൽ കയറുന്ന അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം വെച്ചാൽ PSC ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങറ്റത്ത് കിടക്കുന്ന സാധനം നമുക്കങ്ങനെ. പക്ഷേങ്കിൽ സാറ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വരുമ്പോൾ പറയും, എൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ ഭൂരിഭാഗം പേരും ഗവൺമെൻറ് സർവീസിലുണ്ടാവും, അത് ഞാൻ കാണും, അങ്ങനെ രീതിയിലൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തൊരു സത്യമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, എന്തൊരു തള്ളുമ്പോൾ ഒരു മിനിമം റേഞ്ചിൽ തള്ളിക്കൂടി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ സത്യമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഭൂരിഭാഗം പേരും ഇപ്പോൾ സർവീസിലുണ്ട്. ഞങ്ങൾ 3 പേരും ബാക്കി അവിടെ എല്ലാവരും ഇപ്പോൾ ഓരോരോ ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പരീക്ഷ എഴുതി ലിസ്റ്റ് വന്ന് ലിസ്റ്റിലുണ്ട് 909 ആയിരുന്നു റാങ്ക്. പിന്നെ ജനുവരിയിൽ എനിക്ക് ഉണ്ണിയായി, പിന്നെ കൊറോണയായി, പിന്നെ പഠിപ്പൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് 2021 വാട്ടർ അതോറിറ്റിയുടെയും PWD 2nd ഗ്രേഡിൻ്റെയൊക്കെ എക്സാം ഒന്നായിരുന്നില്ല. അപ്പം അതിന് വീണ്ടും സാറിൻ്റെ ക്ലാസ്സിലേക്ക് കമ്പൈൻ സ്റ്റഡിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേറെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഔട്ടാണ്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് സാറെപ്പോഴും സാറിൻ്റെ ക്ലാസ് റൂമൊക്കെ ഫ്രീ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പഠിക്കാം, കമ്പൈൻ സ്റ്റഡി ചെയ്യാം. നമുക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടണം, അങ്ങനൊരു ആറ്റിറ്റ്യൂഡാണ് സാറിന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മറ്റേ 3 പേരിൽ ഞങ്ങൾ 3 പേരിൽ ഒരാളും ഉണ്ടായിരുന്നു. അവളെയും കൂട്ടി ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ കമ്പൈൻ സ്റ്റഡി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പരീക്ഷ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കുറച്ചങ്ങോട്ട് നീട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്തേ. സത്യം പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് ക്ലാസ്സിൽ എല്ലാവരും കൂടി ഗൂഗിൾ മീറ്റ് വെച്ച് ജോയിൻ ചെയ്യും. ഉച്ചയ്ക്ക് കുറച്ച് നേരം ബ്രേക്ക് എടുക്കും. ഭക്ഷണം കഴിച്ച് ഓടി ചെന്ന് വീണ്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. ഒരു 5:30-6 മണി വരെ വീണ്ടും അവരുടെ ഒപ്പം പഠിക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ഭയങ്കര കഴിവായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് കുറേ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മറ്റേ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒപ്പം ഞങ്ങൾ 2 പേരും വീഡിയോ കോൾ ചെയ്യും. രാത്രി 12 മണി വരെ ഇരുന്ന് കണ്ടിന്യൂസ് പഠിക്കുമായിരുന്നു. അതായത് കാലത്ത് 10 മണി തൊട്ട് രാത്രി 12 മണി വരെ ഇരുന്നായിരുന്നു ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ 2019 പരീക്ഷ എഴുതിയത് കൊണ്ട് എനിക്ക് അത്യാവശ്യം നോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയുള്ള മെക്കാനിക്കൽ ക്ലാസ്സൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ഞാൻ സിവിലായിട്ട് വരെ ഭയങ്കര സിമ്പിൾ ക്ലാസ്സായിരുന്നു. അതിന് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. എല്ലാ ക്ലാസ്സിലും നോട്ട് എഴുതി അതന്നാന്ന് പഠിച്ചു പോയായിരുന്നു കേട്ടോ.
അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് പഠിച്ചാലും ഒരു കുറേയൊക്കെ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും കിട്ടോ കിട്ടില്ല അതെങ്ങനെ കിട്ടണേ എന്ന രീതിയിലേക്ക് അങ്ങനെ രീതിയിലേക്ക് ഡൗൺ ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് കാണും. എനർജി ഭയങ്കര റേസ് ആവും, നമുക്ക് വീണ്ടും പഠിക്കാൻ തോന്നും. നമ്മൾ വീണ്ടും അതുപോലെ തന്നെ കുറച്ചെത്തുമ്പോഴേക്കും നമ്മൾ ഡൗൺ ആവും, വീണ്ടും സാറിന്റെ ക്ലാസ് കൂടും. പിന്നെ സാറിന് ക്ലാസ് ഒക്കെ ആ സമയത്ത് കണ്ടായിരുന്നു. പിന്നെ ഡിസൈൻ്റെ ക്ലാസ് നമുക്ക് ലെവൽ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ക്ലാസ്സും കണ്ടായിരുന്നു. പിന്നെ സാറ് പറയുന്ന രീതിയിലൊക്കെ പരീക്ഷ അറ്റൻഡ് ചെയ്തായിരുന്നു. അതായത് മറ്റേ OMR ഷീറ്റ് പ്രിൻ്റ് എടുത്ത് പരീക്ഷകൾക്ക് അറ്റൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അത് ഞാൻ ചെയ്തായിരുന്നു. അത് വലിയൊരു സാറ് പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മ ഒരുമാതിരി എത്തും, ആ രീതിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ആദ്യത്തെ പരീക്ഷ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് പരീക്ഷയായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ ജീവിതത്തിൽ അത്രയും പഠിച്ചിട്ടില്ല, അത്രയും കാലത്തൊട്ട് രാത്രി വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു എക്സാമിൻ്റെ പോയി, പരീക്ഷ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പരീക്ഷ ഒന്നും കിട്ടി, പരീക്ഷ ഭയങ്കര വന്നു കഴിഞ്ഞിട്ട് മാർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടെ പഠിച്ചിരുന്ന പിള്ളേർക്ക് നല്ല മാർക്ക്, എനിക്ക് ഒരു മാർക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു അവസ്ഥ അറിയാലോ. പിന്നെ എനിക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഹോപ്പാണ് പരീക്ഷ എന്ന് വെച്ചാൽ ജോലി. നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മ അത്ര 100% കൊടുക്കൂല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു മറ്റേ പരീക്ഷ, വാട്ടർ അതോറിറ്റി പരീക്ഷ. അപ്പം ഞാൻ വാട്ടർ അതോറിറ്റി പരീക്ഷയ്ക്ക് എന്തായാലും എന്നെ മാക്സിമം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നല്ല രീതിക്ക് ആ 2 ദിവസം നന്നായിട്ട് പഠിച്ചായിരുന്നു, പോയി പരീക്ഷ എഴുതി. പക്ഷെ എന്നാലും എനിക്ക് പരീക്ഷ നന്നായിട്ട് തോന്നിയായിരുന്നില്ല. എൻ്റെ തലയിൽ മൊത്തം അത് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ പരീക്ഷ മോശമായിരുന്നു എന്ന രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പരീക്ഷയുടെ മാർക്ക് നോക്കിയായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മാർക്ക് നോക്കിയത്. നല്ല മാർക്ക് ഉണ്ടായിരുന്നു. റാങ്ക് 150 താഴെ വന്നായിരുന്നു. 141 142 ഏതോ റാങ്കായിരുന്നു. അപ്പോൾ PWD സെക്കൻഡ് ഗ്രേഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ എന്തോരം വർക്ക് ചെയ്തു എന്നതിലല്ല, ആ പരീക്ഷയുടെ ലാസ്റ്റ് 2-3 ദിവസങ്ങളിൽ നമ്മൾ എന്തോരം പഠിച്ചത് റിവൈസ് ചെയ്ത് കഴിഞ്ഞു എന്നതിലാണ് കാര്യം. അത്ര നാൾ നമ്മൾ നന്നായിട്ട് പഠിച്ചെങ്കിലും ലാസ്റ്റ് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നമ്മൾ ആദ്യം പഠിച്ചത് എന്തായാലും മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ജോലി കിട്ടി. അതാണ് എൻ്റെ കഥ.